ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേന തുടരുന്ന ഉപരോധത്തെ രൂക്ഷമായി വിമർശിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ ക്ഷമ ഇതുവരെ ലോകം കണ്ടെന്നും ഹോർമൂസിൽ ഉപരോധം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ഇറാനെതിരെ തുടരുന്ന നാവിക ഉപരോധം യുദ്ധമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിരോധത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഒരു രാജ്യത്തിന് വില കൊടുക്കേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സിലൂടെയായിരുന്നു പെസഷ്കിയാന്റെ പ്രതികരണം. അതേസമയം US-ഇറാൻ സംഘർഷത്തിൽ പ്രതികരണവുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ആണവ മിസൈൽ ശേഷി സംരക്ഷിക്കുമെന്നും ഗൾഫിലെ അമേരിക്കൻ സാന്നിധ്യം ഇല്ലാതാക്കുമെന്നുമായിരുന്നു മുജ്തബ ഖമനിയുടെ പ്രതികരണം. ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയാണ് മുജ്തബ പ്രതികരിച്ചത്. പശ്ചിമേഷ്യയിലെ ആക്രമണവും സൈനിക നടപടിയും 2 മാസം പിന്നിടുമ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ US തോറ്റ് നാണം കെട്ടിരിക്കുകയാണ്. ഇതോടെ ഒരു പുതിയ അധ്യായമാണ് പേർഷ്യൻ ഗൾഫിലും ഹോർമൂസിലും ആരംഭിക്കുന്നത് എന്നാണ് ഖമനി പറഞ്ഞത്. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത അമേരിക്ക എങ്ങനെ ഗൾഫിന് സുരക്ഷ ഒരുക്കുമെന്നും മുജ്തബ ചോദിച്ചു. ഇറാൻ രാജ്യത്തിന്റെ ആണവ മിസൈൽ ശേഷി സംരക്ഷിച്ചുകൊണ്ട് അധിനിവേശ പ്രവർത്തനങ്ങളെ ധീരമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം US-ഇറാൻ സംഘർഷത്തിൽ പ്രതികരണവുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനി ഇറാന്റെ ആണവ മിസൈൽ ശേഷി സംരക്ഷിക്കുമെന്നും ഗൾഫിലെ അമേരിക്കൻ സാന്നിധ്യം ഇല്ലാതാക്കുമെന്നുമാണ് മുജ്തബ ഖമനിയുടെ പ്രതികരണം. ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയാണ് ഖമനി പ്രതികരിച്ചത്. ഇറാൻ US യുദ്ധം തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയാണ് വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. പശ്ചിമേഷ്യയിലെ ആക്രമണവും സൈനിക നടപടിയും 2 മാസം പിന്നിടുമ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ US തോറ്റ് നാണം കെട്ടിരിക്കുകയാണെന്ന് ഖമനി പറഞ്ഞു. ഇതോടെ ഒരു പുതിയ അധ്യായമാണ് പേർഷ്യൻ ഗൾഫിലും ഹോർമൂസിലും ആരംഭിക്കുന്നത്. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത അമേരിക്ക എങ്ങനെ ഗൾഫിന് സുരക്ഷ ഒരുക്കുമെന്നും മുജ്തബ ചോദിച്ചു. ഇറാൻ രാജ്യത്തിന്റെ ആണവ മിസൈൽ ശേഷി സംരക്ഷിച്ചുകൊണ്ട് അധിനിവേശ പ്രവർത്തനങ്ങളെ ധീരമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.